എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സീറോ ഡിഫക്റ്റ് മെക്കാനിസത്തെ പറ്റിയും ഈ സീറോ ഡിഫക്റ്റൊക്കെ മാനുഫാക്ചറിങ്ങിലാവട്ടെ മറ്റ് സ്ഥാപനങ്ങളിലാവട്ടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളെ പറ്റിയാണ്. ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അഥവാ സീറോ ഡിഫക്റ്റ് മെക്കാനിസവും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള സർട്ടിഫിക്കേഷനൊക്കെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഇനി നിർബന്ധിതമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും കൂടിയാണ്. ഇന്നിപ്പോൾ MSME ഒക്കെ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പല പ്രോഗ്രാമുകളും സെഡിൻ്റെ പേരിൽ നടത്തുന്നുണ്ട്. ZED എന്നുള്ള വാക്ക്, സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന കാര്യം ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ സക്സസ്സിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വലിയ ഇമ്പോർട്ടൻ്റ് പങ്ക് വഹിക്കാൻ പോകുന്ന കാലഘട്ടമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളിൽ നമുക്കും പലർക്കും ഉള്ളൊരു ആശങ്കയാണ് അത്ര ക്വാളിറ്റി പോരാ. ഇപ്പം ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വാളിറ്റിയിൽ വളരെ കോൺഷ്യസ് ആണ്, നല്ല ക്വാളിറ്റി ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ക്വാളിറ്റി പോരാ എന്ന് പറയാനുള്ള ഒരു റീസൺ നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ അത്രയൊന്നും വളരെ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇവിടെയാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ടുള്ള അഥവാ സീറോ ഡിഫക്റ്റ് മെക്കാനിസം വരുന്നത്. അതെങ്ങനെയാണ് ക്വാളിറ്റി ഇഷ്യൂസിനെ പരിഹരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഈ സീറോ ഡിഫക്റ്റ് മാനുഫാക്ചറിങ് എന്നുള്ളതിനെ പറ്റി തന്നെ നോക്കുക. കാരണം ഒരു ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ചാൻസസ് ഓഫ് ഡിഫക്റ്റുകളുണ്ടോ, എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ അതിനെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട തക്കതായ തീരുമാനങ്ങളെടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നീങ്ങുന്ന അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് വളരെ ഫേമസ് റൈറ്ററും സ്കോളറും ഒക്കെ ആയിട്ടുള്ള ഫിലിപ്പ് ബി ക്രോസ്ബി എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം ക്വാളിറ്റി ഈസ് ഫ്രീ എന്ന് പറയുന്ന ബുക്ക്, അതിൻ്റെ അകത്ത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഈ ക്വാളിറ്റി ഈസ് ഫ്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഒരു സ്ഥാപനത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിനോടുള്ള വിശ്വാസം, ആ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങളോടുള്ള വിശ്വാസം കസ്റ്റമർക്ക് എന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു അപ്രോച്ച് കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രക്രിയ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ ആ പ്രോസസ്സൊക്കെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പൂർണ്ണമായിട്ടും മെഷീനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓരോ പ്രവൃത്തിയും സീറോ ഡിഫക്റ്റ് മെക്കാനിസത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ചേഞ്ച് യുവർ പെർസെപ്ഷൻ എന്നുള്ളതാണ്. ധാരണകളും ചിന്താഗതികളും ആദ്യം മാറ്റണം. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ക്വാളിറ്റി വേണം, ക്വാളിറ്റിയിൽ ഞങ്ങൾ ഫോക്കസ്ഡ് ആണെന്നുള്ള സന്ദേശം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. മാനേജ്മെൻറ്റ് മാത്രം ക്വാളിറ്റി വേണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന സ്റ്റാഫ് മുതൽ ഓരോ തട്ടുകളിലുമുള്ള ആളുകൾക്ക് ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്താണ് ഞങ്ങളുടെ കമ്പനി പോകുന്നതെന്നുള്ള സന്ദേശം എത്തിക്കലാണ് ആദ്യത്തെ കാര്യം. 2, ലോസസ് ഡ്യൂ ടു പുവർ ക്വാളിറ്റി. അതെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. എന്തൊക്കെ നഷ്ടങ്ങൾ ക്വാളിറ്റി ഇല്ലായ്മ കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇത് ലിസ്റ്റ് ഡൗൺ ചെയ്യണം. തിങ്ക് അബൌട്ട് പ്രോബ്ലംസ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ക്വാളിറ്റി ഇഷ്യൂസ് വന്നാൽ നമുക്കുണ്ടാകും എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയുണ്ടാവണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അത് എത്രയും വേഗം കറക്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? കാരണം ഇനി ഇത് ഇങ്ങനെ പോയാൽ അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അവിടെ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന, അവിടെ സീറോ ഡിഫക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വണ്ടിയുടെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഏരിയയാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സീറോ ഡിഫക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ് അതെങ്ങനെയാണ്? ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫക്റ്റ് പ്രിവെൻഷൻ ഈസ് പ്രിഫേർഡ് ടു കറക്ഷൻ. അതെന്താ ഉദ്ദേശിക്കുന്നത്? പ്രിവെൻഷൻ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഏർലി സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ എന്നൊക്കെ പറയുന്ന കാര്യം ഒരു ബൈക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും മിസ്സിങ് തോന്നിക്കഴിഞ്ഞാൽ എത്രയും വേഗം പോയി കറക്റ്റ് ചെയ്യും. കാരണം എന്താ? അല്ലെങ്കിൽ വലിയ ഡാമേജോ ആക്സിഡൻറ്റോ ഉണ്ടാവും, അതിലേക്ക് വെക്കില്ല. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിലെ ചെറിയ ഇഷ്യൂസ് കാണുമ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വലിയ ഇഷ്യൂകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത പോയിൻ്റ് അതുമായി കൺസിഡർ ചെയ്യേണ്ടത് ക്വാളിറ്റി ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. ഈ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പലരും ചിലപ്പോൾ നമ്മുടെ ഉൽപ്പന്നം വാങ്ങുന്നത് എക്സ്പോർട്ട് ചെയ്യാനായിരിക്കും, പലരും ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലേക്ക് വേണ്ടിയായിരിക്കും. ഏത് മാർക്കറ്റിലാണോ അത് പൊസിഷൻ ചെയ്യണത് അവിടുത്തെ ആ ഓരോ കസ്റ്റമർക്കും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട്. അതിനനുയോജ്യമായിട്ട് നമ്മുടെ ഉൽപ്പന്നം എത്തുന്നു എന്നുള്ളതാണ് ഉറപ്പ് വരുത്തേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, സാധാരണ നമ്മുടെ ഇങ്ക് പെന്നുണ്ടല്ലോ, പേന തന്നെ നമുക്ക് ലോക്കൽ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്, നല്ല ഗോൾഡ് പ്ലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള വലിയ ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പേന ആത്യന്തികമായിട്ട്
ഒരു വലിയ ഗോൾഡ് പ്ലേറ്റഡ് പെന്നൊക്കെ വാങ്ങി. പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മഷി കട്ടയായിട്ട് പേപ്പറിൽ വീഴുന്നു. നേരെ മറിച്ച് ലോക്കൽ പെൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്വാളിറ്റി എന്നൊക്കെ ഔട്ട്ലുക്കിൽ കണ്ട കാര്യമല്ല. പിന്നീട് നമ്മൾ വാങ്ങാൻ ചിലപ്പോൾ ലോക്കൽ പെന്നുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു നല്ല എക്സാമ്പിളാണ് കാർബോമെഡിക്സ് എന്ന് പറയുന്ന കമ്പനി. കാർബോമെഡിക്സ് എന്ന് പറയുന്ന കമ്പനി ശരിക്കും മെഡിക്കൽ ഇൻഡസ്ട്രിയിലെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് പലതും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ അവർ ഈ ആർട്ടിഫിഷ്യൽ വാൽവുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ ഹാർട്ട് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം വയ്ക്കുന്ന ഡിവൈസാണ് അല്ലേ. ആ ആർട്ടിഫിഷ്യൽ വാൽവ് വയ്ക്കുന്ന കമ്പനി അവർ സീറോ ഡിഫക്റ്റ് മെക്കാനിസം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഹാർട്ടിന് പകരക്കാരനായിട്ട് ഈ വാൽവൊന്നും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ ഒരാൾ മരണത്തിലേക്ക് വരെ പോകാൻ ഇടയാകും. അപ്പോൾ ഓരോ കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത, എൻ്റെ ഉപയോഗം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സീറോ ഡിഫക്റ്റ് മെക്കാനിസം ഒക്കെ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇന്നത് വളരെ കോമൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചേഞ്ച് ഇൻ വർക്കിംഗ് ബിഹേവിയർ. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ, എംപ്ലോയീസിൻ്റെ, വർക്കേഴ്സിൻ്റെ ഒക്കെ ബിഹേവിയറിൽ, പെരുമാറ്റത്തിൽ ആദ്യം മാറ്റം ഉണ്ടാവണം. ഇതൊക്കെ ഇവിടെ നടക്കും, അയ്യോ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോലുള്ള 100% സീറോ ഡിഫക്റ്റൊക്കെ എങ്ങനെ നടക്കാനാണ് എന്നുള്ള ചിന്ത മാറ്റി ഇത്തരം കാര്യങ്ങൾ ലോകത്ത് ഒരുപാട് കമ്പനികൾ നടന്നിട്ടുണ്ട്. ഇനി നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്, കസ്റ്റമേഴ്സ് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം എല്ലാവരും ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ക്വാളിറ്റി ചെക്ക് ടു ബി മാൻഡേറ്ററി എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. ക്വാളിറ്റി ചെക്ക് മാൻഡേറ്ററി ആവണം. അല്ലാതെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പലരും ഭയങ്കര ക്വാളിറ്റിയിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ പ്രശ്നമില്ലാതെ പോകുമ്പോൾ പിന്നെ ക്വാളിറ്റിയെ പറ്റി മറന്നു പോകും. കാരണം നമ്മൾ ആലോചിക്കേണ്ട, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്തായിരിക്കും ആ കസ്റ്റമറുടെ അടുത്ത് പോയി പിന്നെ അവരെ അനുനയിപ്പിക്കാനും മാപ്പ് പറയാനും നഷ്ടം നികത്താനും ഒക്കെ പോകണത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം, നമ്മുടെ വിശ്വാസത്തിന് കളങ്കം തട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും മുന്നേ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പോയിന്റിലും, ഓരോ ബാച്ച് പ്രൊഡക്ഷൻ എടുക്കുമ്പോഴും, ഓരോ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുമ്പോഴാവട്ടെ, ഓരോ സമയത്തും ക്വാളിറ്റി ചെക്ക് മാൻഡേറ്ററി ആയിട്ട് ഉറപ്പുവരുത്തുക. അവിടെയൊക്കെ സെൽഫ് ടെസ്റ്റിംഗ് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവരിക. അതായത് വർക്കേഴ്സ്, കാണുന്ന ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ തന്നെ അവരുടെ അടുത്ത് സെൽഫ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം, ഇതിനെ QC ഡിപ്പാർട്ട്മെൻറ്റും QC ലാബും ഒക്കെ സെറ്റ് ചെയ്താലേ ക്വാളിറ്റി ആവുള്ളൂ എന്ന് ചിലർ വിചാരിക്കുന്നു. അങ്ങനെയല്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ സെൽഫ് ടെസ്റ്റിംഗ്, പ്രൊഡക്റ്റ് കാണുന്ന ഓരോ വ്യക്തിയും ക്വാളിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ട് അത് ചെക്ക് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കുക. 5ാമത്തെ കാര്യം സ്കില്ലിംഗ് ആൻഡ് ട്രെയിനിങ് ആണ്. നമ്മൾ ഇങ്ങനെ സീറോ ഡിഫക്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം ഓരോ ആൾക്കാർക്കും. നമ്മുടെ ഫാക്ടറി, നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ ആവണം. അവർക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കണം. അതുപോലെ നിശ്ചിതമായൊരു സമയം എവറി ഡേ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് വയ്ക്കുകയും വേണം. പ്രത്യേകിച്ച് 1 പോയിൻറ്റ് ലെസൺ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. 1 പോയിൻറ്റ് ലെസൺ എന്ന് വെച്ചാൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരൊറ്റ പോയിൻ്റ് എടുത്ത് 10 to 15 മിനിറ്റ്സ് നമ്മുടെ ടീമിനെ അതിനെപ്പറ്റി ട്രെയിനിങ് കൊടുക്കണം. ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ക്വാളിറ്റിയിൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം, സീറോ ഡിഫക്റ്റ് മെക്കാനിസം കൊണ്ടുവരാം. അപ്പോൾ അതിനൊക്കെ 1 പോയിൻറ്റ് ലെസൺ ട്രെയിനിങ് വയ്ക്കുക. 6ാമത്തെ കാര്യം ആവശ്യമായ സ്ഥലങ്ങളിൽ ഓട്ടോമേഷൻ കൊണ്ടുവരിക. കാരണം മനുഷ്യർക്കാണ് ചിലപ്പോൾ അവരുടെ മൂഡ് അനുസരിച്ച്, അവരുടെ ഓരോ ഇമോഷൻസ് അനുസരിച്ചൊക്കെ പ്രൊഡക്ടിവിറ്റിയിൽ മാറ്റങ്ങൾ വരുന്നത്. എവിടെയൊക്കെ ഓട്ടോമേഷൻ, ടെക്നോളജി കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടോ അത് കൂടുതൽ കൊണ്ടുവരിക. അങ്ങനെ സീറോ ഡിഫക്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 7ാമത്തെ കാര്യം നമുക്ക് സംസാരിക്കാനുള്ളത് ഇവാലുവേഷനാണ്. എന്തൊക്കെ സിസ്റ്റംസ് വെച്ചാലും പ്രോംപ്റ്റ് ടൈമിൽ ഇതിനെ റിവ്യൂ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, വേണ്ട മാറ്റങ്ങൾ വരുത്തി തന്നെ പോകണം. അതിനുപയോഗിക്കുന്ന പല ടൂളുകളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ TPM, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് കൊണ്ടുവരാം. ഇത് പലപ്പോഴും ഉൽപ്പാദനത്തിന് വരുന്ന ടോട്ടൽ സൈക്കിൾ ടൈം ഉണ്ടല്ലോ, അത് ടേൺ ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയ തീരുന്നവരെ വരുന്ന സൈക്കിൾ ടൈം പലപ്പോഴും കുറച്ച് കൊണ്ടുവരാനായിട്ട്, സമയം ലാഭിക്കാൻ, പ്രൊഡക്ഷൻ കൂട്ടാൻ, ഡിഫക്റ്റുകൾ കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ്. അതായത് ഇൻസ്പെക്ഷൻ കാർഡുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി പോവുക. അതിനുപയോഗിക്കുന്ന TPM പോലത്തെ സിസ്റ്റം, അല്ലെങ്കിൽ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാം. ഓരോ കാര്യവും റൈറ്റ് ടൈമിൽ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ക്വാളിറ്റി ഇഷ്യൂ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന TQM പോലത്തെ സിസ്റ്റം, അല്ലെങ്കിൽ SQM പോലത്തെ സർവീസ് ക്വാളിറ്റി മെഷർമെൻറ്റ്. ഉദാഹരണം, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ റേറ്റിംഗ് മേടിക്കുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സർവീസിൽ എത്രത്തോളം റിലയബിളാണ്, നിങ്ങൾ ഇതിനൊന്ന് റാങ്ക് ചെയ്യാമോ, എൻ്റെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കണം, നമ്മുടെ ക്വാളിറ്റിയെ പറ്റി ഒന്ന് മെഷർ ചെയ്യണോ, എന്നിട്ട് കറക്റ്റ് ചെയ്ത് നീങ്ങുന്ന രീതിയാണത്. അല്ലെങ്കിൽ 6 സിഗ്മ പോലത്തെ ഡാറ്റകളെ ബേസ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ടൂളാണ് 6 സിഗ്മ എന്നൊക്കെ പറയുന്ന ക്വാളിറ്റി മെത്തേഡ്. അതൊരു 1 മില്യൺ പ്രൊഡക്ഷൻ വരുമ്പോൾ അതിൽ മാക്സിമം 3.4 വരെയൊക്കെ ഡിഫക്റ്റ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അത്തരം സ്റ്റാൻഡേർഡുകൾ വെച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള പോക്കായോക്കെ പോലത്തെ സിസ്റ്റങ്ങൾ. പോക്കായോക്കെ എന്ന് പറയുന്ന ടൂള് സാധാരണ ജപ്പാനിൽ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്.
വേറൊന്നുമില്ല, ചില അലാറം സിസ്റ്റങ്ങൾ തെറ്റുകൾ പറ്റിയാൽ അവിടെ അലാറം സിസ്റ്റത്തിൻ്റെ സഹായം നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം പലപ്പോഴും വാഹനങ്ങളിലൊക്കെ ഇന്ന് കയറി, ഇന്നത്തെ ആധുനിക വാഹനങ്ങളിലൊക്കെ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുകയാണെങ്കിൽ അലാറം അടിച്ചടിച്ചടിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി അത് ഇടിയിക്കും അല്ലേ. ഇതുപോലുള്ള സിസ്റ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പോക്കായോ ഒക്കെ. ഇനി എട്ടാമതായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത് ക്വാളിറ്റി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പണത്തിൻ്റെ ടേംസിലാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വേഗം ദഹിക്കും. അപ്പോൾ എന്ത് കാര്യവും ചിന്തിക്കുമ്പോൾ നഷ്ടസാധ്യതകളാവട്ടെ നേട്ടങ്ങളാവട്ടെ പണവുമായിട്ട് തട്ടിച്ച് നോക്കി ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് നമുക്കോ നമ്മുടെ പ്രൊഡക്റ്റിനോ നമ്മുടെ കമ്പനിക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതുവഴി എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? പലപ്പോഴും വീണ്ടും പുതിയ മെറ്റീരിയൽ വാങ്ങേണ്ടി വരും, വീണ്ടും ലേബറിനെ അവിടെ ഉപയോഗിക്കേണ്ടി വരും. അതൊന്നുമല്ല, കസ്റ്റമർ ഒരു നോട്ട് ഹാപ്പി എന്നുള്ള മൂഡിലേക്ക് നമ്മൾ പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെയൊക്കെ ഡബിൾ എക്സ്പെൻസസ് ഉണ്ടെന്ന് അർത്ഥം. കാരണം ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുമ്പോൾ വരുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പത്രത്തിലൊക്കെ കാണാറുള്ളൊരു കാഴ്ചയുണ്ട്, കുറേ വാഹനങ്ങളൊക്കെ ചില കമ്പനികൾ തിരിച്ചു വിളിച്ചു എന്നുള്ളത്. 2019 സമയത്തൊക്കെ നമ്മൾ കണ്ടാണ്, ഏതാണ്ട് 3 ലക്ഷത്തോളം കാറുകൾ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള മാരുതിയും ഫോർഡും ഉണ്ടായി ഒക്കെ എയർ ബാഗിൻ്റെ കംപ്ലയിൻറ്റ് കാരണം തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വിളിക്കുമ്പോൾ ആ ബ്രാൻഡിനും ബ്രാൻഡ് ഇമേജിനും ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എത്രത്തോളമാണ്, അവർക്ക് എത്രത്തോളം പണം അതിൽ സ്പെൻഡ് ആവുന്നുണ്ട്, ഇതൊക്കെ നോക്കുക. ഇവിടേക്കാണ് സീറോ ഡിഫക്റ്റ് ടൂളിൻ്റെ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വെക്കേണ്ട കാര്യം ദ ജേർണി ഫ്രം ക്രിയേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ടു ഡെലിവറിങ് ദ പ്രൊഡക്റ്റ്. ഇവിടെ അത് എവിടം വരെ ഡെലിവറിങ് ദ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ് ഡോർ ഇസ് ക്രിട്ടിക്കൽ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതായത് നമ്മളൊരു നല്ല ഉൽപ്പന്നം ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ കസ്റ്റമറിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ക്രിട്ടിക്കലാണ്. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് സീറോ ഡിഫക്റ്റ് പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ MSMEകളും നമ്മുടെ നാട്ടിലെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസുകളെല്ലാം നല്ല സീറോ ഡിഫക്റ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്നാലാണ് എക്സ്പോർട്ട് മാർക്കറ്റൊക്കെ നമുക്ക് കെട്ടിപ്പടുത്താൻ പറ്റുക. കാരണം നമ്മൾ നല്ല പ്രൊഡക്റ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ ഒരുപാട് രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. അഥവാ നമ്മുടെ എക്സ്പോർട്ട് കൂടും, നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനവും ഗ്രോത്തും ഒക്കെ അവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ബെറ്റർ പ്രോസസ്സ് ഉണ്ടാവണം, മോണിറ്ററിങ് കറക്റ്റ് ആയിരിക്കണം, ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യണം. ഇതൊക്കെ ചെയ്താലാണ് സീറോ ഡിഫക്റ്റ് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്, നമ്മളിന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന മെക്കാനിസത്തിലേക്ക് നമ്മളെല്ലാവരെയും ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണം. കാരണം സീറോ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി സിസ്റ്റം ഇനി മാൻഡേറ്ററി ആയിട്ട് പല മേഖലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളും അത് ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമ്മളൊക്കെ കൺസൾട്ട് ചെയ്യുന്ന പല സ്ഥാപനങ്ങളും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെപ്പറ്റി നോക്കുക. ഇതിൻ്റെ വിവരങ്ങളൊക്കെ MSMEയുടെ സൈറ്റിലും അതുപോലെ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ സൈറ്റിൽ നിന്നൊക്കെ കിട്ടും. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അത്തരം സഹായങ്ങളും ആവശ്യമാണെങ്കിൽ എടുത്തുകൊണ്ട് Zൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ എടുക്കുക. അതുപോലെ സീറോ ഡിഫക്റ്റ് മെക്കാനിസം സ്ഥാപനത്തിൽ ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് അതിശക്തമായിട്ട് വളരുക. താങ്ക് യു.